ഏഴാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ അടുത്ത പാഠമായ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നുള്ള കേദാർനാഥ് അഗർവാളിൻ്റെ കവിതയാണിത്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. ജോ ബൈലോं के कंधों पर बरसात खाम में जुवा भाग्य का रख देता है. കാളകളുടെ കഴുത്തിൽ ഈ നുകം വെച്ച് ഈ ചൊരിയുന്ന വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആ കർഷകൻ്റെ. ജുവ എന്ന് പറഞ്ഞാൽ കലപ്പ. ഖൂൻ ചാട്തി ഹുയി വായുമേ, ഈ വായു എങ്ങനെയുള്ളതാണ്? രക്തക്കോ സുഖാനേ വാലി ഹവ, ചോര ഉണക്കുന്നല്ല, ചോര പൊടിക്കുന്ന രീതിയിലുള്ള വായു ആ വെയിലത്ത് നിന്ന്. പൈനി കുസി ഖേത്ത് കെ ഭീതർ, പൈനി എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള, കുസി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് ഓഫ് ദ പ്ലോ, കലപ്പയുടെ ആ അഗ്രം കൊണ്ട് ദൂർ കലേജെ തക്കലേ ജാക്കർ, ആഴങ്ങളോളം ഓടിച്ച് ജോത്ത് ഡാൽത്താ ഹേ മിട്ടിക്കോ, ഭൂമി അല്ലെ മണ്ണിനെ ഉഴുതുമറിക്കുകയാണ്. പാസ് ഡാൽ കർ, എന്നിട്ട് വളമിട്ട്, ഖാദ് വളം, പാസ്, അവർ ബീജ് ഫിർ ബോ ദേത്താ ഹേ, എന്നിട്ട് വിത്ത് വിതയ്ക്കുന്നു. പിന്നെ നയേ വർഷമേ നയി ഫസൽ കെ ഠേർ അന്ന കാ ലഗ് ജാത്താ ഹേ, ഈ വിത്ത് എന്തായി മാറുന്നു എന്നാണ് പറയുന്നത്? പുതിയ വർഷത്തിൽ പുതിയ വിളവുകളുടെ ഒരു കൂമ്പാരം, അന്നക്കാ ഠേർ എന്ന് പറഞ്ഞാൽ ഹീപ്പ് ഓഫ് ഗ്രെയിൻസ്, ധാന്യ കൂമ്പാരമായി മാറേണ്ടതാണ് ഈ വിതച്ച സാധനം. ഇനി ധർത്തി ഹേ ഉസ് കിസാൻ കി നഹി രാവ് കി നഹി രംഗ് കി, രാജാവിൻ്റെതുമല്ല, രംഗ് ഗരീബ് പാവപ്പെട്ടവൻ്റെയല്ല, നഹി കിസി കി വേറെ ആരുടെയല്ല, ധർത്തി ഹേ കേവൽ കിസാൻ കി, ധർത്തി കിസാൻ്റേത് മാത്രമാണ്, ഭൂമി കർഷകൻ്റേത് മാത്രമാണെന്ന് വീണ്ടും പറയുകയാണ് കവി. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ മിട്ടി കാ പൂർണ്ണ പാരഖി, പാരഖി എന്ന് പറഞ്ഞാൽ പരീക്ഷകൻ, മണ്ണിൻ്റെ മുഴുവൻ പരീക്ഷകനും ഈ കർഷകനാണ്, ആ കർഷകൻ്റേതാണ് ഈ ഭൂമി. ജോ മിട്ടി കെ സംഗ് സാത്ത് ഹി, മണ്ണിൻ്റെ കൂടെ തന്നെ, തപ്പുക്കർ എന്ന് പറഞ്ഞാൽ ഉരുകി, ഗൽക്കർ മെരുകി, മറുക്കർ അതിനുവേണ്ടി അതിൽ മരിച്ച്, ഖപാ രഹാ ഹേ ജീവൻ അപ്ന, തൻ്റെ ജീവൻ കഴിച്ചു കൂട്ടുകയാണ്. ജീവൻ ഖപാന എന്ന് പറഞ്ഞാൽ ജീവൻ ബിതാന എന്നാണ് അർത്ഥം. ഈ മണ്ണിൽ ജീവൻ കഴിച്ചു കൂട്ടുകയാണ്. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന, മണ്ണിൽ സോനെ കാ സപ്ന ദേഖ്താ ഹേ, സമൃദ്ധി കാ സപ്ന ദേഖ്താ ഹേ, സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു. മിട്ടി കി മഹിമ ഗാത്താ ഹേ, മണ്ണിൻ്റെ മഹിമ വിളിച്ചോതുന്നു. മിട്ടി കെ ഹി അന്തസ്ഥൽ മേ എന്ന് പറഞ്ഞാൽ ഭീതർ, അകത്ത്, മണ്ണിനകത്ത് തന്നെ, അപ്നെ തൻ കി ഖാത്ത് മിലാക്കർ, തൻ കി ഖാദ് മില എന്ന് പറഞ്ഞാൽ കഠിൻ ശാരീരിക പരിശ്രമം കർണ എന്നാണ്, ശരീരത്തിൻ്റെ വിയർപ്പ് കൂടെ ചേർക്കുക, അതായത് അത്രയും പരിശ്രമം ചെയ്ത്, മിട്ടിക്കോ ജീവിത രഖത്താ ഹേ, മണ്ണിനെ ജീവിപ്പിച്ച് നിർത്തുന്നു. ഖുദ് ജീത്താ ഹേ, സ്വയം ജീവിക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഇനി അതിൻ്റെ ഓഡിയോ കേൾക്കാം. ये धरती है उस किसान की जो बेलों के कंधों पर बरसात काम में जुआ भाग्य का रख देता है. खून छाड़ती हुई वायु में पानी खुशी खेत के भीतर, दूर कलेजे तक ले जाकर जोत डालता है मिट्टी को घास डालकर, और बीज फिर बो देता है. नए वर्ष में नए फसल के ढेर अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की नहीं रंग की, नहीं किसी की धरती है केवल किसान की. ये धरती है उस किसान की जो मिट्टी का पूर्ण पार की, जो मिट्टी के संग साथ ही तप कर गल कर मर कर खपा रहा है जीवन अपना. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है, मिट्टी के ही अंधस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. यह धरती है उस किसान की.